വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിലാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇവിടെ ആദരണീയ ചീഫ് സെക്രട്ടറി പ്രസ്താവിച്ചതുപോലെ കുട്ടികളിൽ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന വർദ്ധിച്ചു വരുന്ന ആക്രമണോത്സുകത, അതോടൊപ്പം തന്നെ മാരകമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇത് രണ്ടും നമ്മുടെ സമൂഹത്തെയാകെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങളാണ്. സാധാരണഗതിയിൽ രണ്ട് കാര്യങ്ങൾക്കുമെതിരെ സർക്കാർ സ്വീകരിക്കുന്ന നിയതമായ നടപടികളുണ്ടാവും. നമുക്കറിയാം, അതുകൊണ്ട് മാത്രം ഇത് പൂർണ്ണമായി കൈകാര്യം ചെയ്യാനാവില്ല എന്ന്. എന്നാൽ ആ നടപടികൾ സ്വാഭാവികമായി തുടരുകയും ശക്തിപ്പെടുത്തുകയും വേണം. ഇവിടെ ഇതിന്റെ പിന്നിൽ സാമൂഹിക മാനസിക കാരണങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവയെ വേരോടെ അറുത്തു മാറ്റുന്നതിന് ഭരണ നടപടികൾക്കൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ ആവണം, ഇത് നമുക്ക് കൂട്ടായി ആലോചിച്ച് കണ്ടെത്താനാവണം. അതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉണ്ടാവുക എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നിവിടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവരാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനം, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന മേഖല, ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതാണ് പ്രധാനമായി ഉയർന്നു വരേണ്ടത്. ഇപ്പോൾ മനഃശാസ്ത്ര രംഗത്തുള്ളവരുണ്ടാവും. അവർക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ എങ്ങനെ നേർവഴിക്ക് നയിക്കാനാവും, അത് സംബന്ധിച്ച കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാവും. കുട്ടികളുടെ ബോധത്തെ കലാരൂപങ്ങളിലൂടെ ശുദ്ധീകരിച്ച് നന്മയിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് പറയാനുണ്ടാവും. വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിനിധികളുണ്ട്. പുതിയ കാലത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനുണ്ടാവും. വിദ്യാർത്ഥികളുമായി ഏറ്റവുമധികം ഇടപഴകുന്നവരാണ് അധ്യാപകർ. അധ്യാപക സമൂഹത്തിന്റെ പ്രതിനിധികൾക്ക് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടോ, ക്രിയാത്മകമായി ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് പുതുതായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ?